മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. പ്രശസ്തമായ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് ഭക്തിനിർഭരമായ തുടക്കം. യജ്ഞത്തിന്റെ ഒന്നാം ദിവസമായ ശനിയാഴ്ച പുരാണ തത്വനിർണയം മുതൽ ദേവി ദർശനം വരെയുള്ള ഭാഗങ്ങളുടെ പാരായണമാണ് നടന്നത്. രാമായണം എന്ന് പറയുന്ന മഹത്തായ ഇതിഹാസം കർക്കിടക മാസത്തിൽ മാത്രം വായിക്കാനുള്ളതല്ല. എല്ലാ ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കണം. ചക്ഷുശ്രവണ ഗതത്തമാതൃപുരം ഭക്ഷണത്തിനോ സൂര്യപ്രകാശം പോലെ ദൈവമായി മഴയിരിക്കുമ്പോൾ അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു കൊച്ചും കൂടി ഈ ചെമ്മന്തക മണിയുടെ മുമ്പിലിരിക്കുകയാണ്. അതായത് നീലമേഘശമവർണ്ണനായിട്ടിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോ ഈ കുട്ടി പെട്ടെന്ന് വിളിച്ചു വച്ചാ ഉറക്കം വിളിച്ചതാണ്. രാവിലെ ക്ഷേത്രത്തിലെ പതിവ് വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷമാണ് യജ്ഞവേദിയിൽ പ്രാർത്ഥനകളും ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും ആരംഭിച്ചത്. ഗുരുപൂജ, ഭുവനേശ്വരി അർച്ചന, പുണ്യനദികളിൽ നിന്നുള്ള ഗംഗാജലാഭിഷേകം, അമൃതഭോജനം, മാതൃപൂജ എന്നിവ ഒന്നാം ദിവസത്തെ പ്രധാന ചടങ്ങുകളായി നടന്നു. ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാടായ അടനിവേദ്യവും സമർപ്പിച്ചു. യജ്ഞാചാര്യൻ പെരുമ്പാവൂർ പട്ടിമറ്റം CJR പിള്ളയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നവാഹ യജ്ഞ പാരായണം നടക്കുന്നത്. നവാഹ യജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി, ട്രഷറർ PV ഹരികൃഷ്ണൻ എന്നിവരും മറ്റ് ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും വൈവിധ്യമാർന്ന ചടങ്ങുകളോടെയും പ്രഭാഷണങ്ങളോടെയും യജ്ഞം തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. You are watching VCV News.